ലേണോ എഡ്യൂക്കേഷൻസിൻ്റെ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്തമാറ്റിക്സിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ ട്രിഗണോമെട്രിക് വാല്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് ഈ മുകളിലുള്ള റോല് ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആൻഡ് ഈ കോളത്തിൽ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ ട്രിഗണോമെട്രിക് റേഷ്യോകളുള്ളത്? സൈന്, കോസ്, ടാൻ, കൊസീക്, സീക് ആൻഡ് കോട്ട്. നമുക്ക് 0 ഡിഗ്രി ഡിസ്കസ് ചെയ്യണം, 30 ഡിഗ്രി ഡിസ്കസ് ചെയ്യാനുണ്ട്, 45, then 60 and 90. ഓക്കെ, സൈൻ 0. ആക്ച്വലി ഈ ഒരു ടേബിളിൽ ഈ സൈൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിച്ചാൽ പിന്നീടുള്ള എല്ലാ വാല്യൂസും കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സോ സൈൻ 0 0 ആണ്, സൈൻ 30 1/2 ആണ്, സൈൻ 45 1/√2 ആണ്, സൈൻ 60 √3/2, സൈൻ 90 1. ഓക്കെ, ഇനി ഇത് തിരിച്ചെഴുതിയാൽ നമുക്ക് കോസ് കിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം. അപ്പം കോസ് 0 1, ഓക്കെ, ദെൻ കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. ക്ലിയർ? അപ്പോൾ സൈൻ വാല്യൂസ് തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് കോസിൻ്റെതായി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ടാൻ കണ്ടെത്തണം. ടാൻ കണ്ടെത്താൻ സുഖമാണ്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, സോ സൈനിൻ്റെ വാല്യൂസിനെ കോസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ടാന്. അപ്പോൾ ആദ്യത്തെ എന്താ വരിക? ടാൻ 0. ടാൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 ഡിവൈഡഡ് ബൈ കോസ് 0. ഓക്കെ, ടാൻ 0 എന്ന് പറയുന്നത് സൈൻ 0 ബൈ കോസ് 0 ആണ്. സൈൻ 0 എത്രയാണ്? 0. കോസ് 0 1 ആണ്. സോ 0/1, ദാറ്റ് ഈസ് 0. അപ്പോൾ ടാൻ 0ൻ്റെ ആൻസർ 0 ആയിരിക്കും. സിമിലർലി നമുക്ക് ബാക്കിയുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടാൻ 30 1/2 ഡിവൈഡഡ് ബൈ √3/2. ശരിയല്ലേ? സൈൻ 30 ബൈ കോസ് 30 ചെയ്യേണ്ടത്. 1/2 ബൈ √3/2 ചെയ്താൽ എന്താ ആൻസർ വരിക? 1/√3. ടാൻ 45 1/√2. സൈൻ 45 1/√2 ആണ്, കോസ് 45 1/√2 ആണ്. സോ 1/√2 ഡിവൈഡഡ് ബൈ 1/√2, ആൻസർ വിൽ ബി 1. സിമിലർലി ടാൻ 60 √3/2 by 1/2. So answer is √3. Similarly, tan 90 എന്ന് പറഞ്ഞാൽ sin 90 by cos 90. sin 90 1, cos 90 0. So 1/0, or it is not defined. Okay, 1/0. ഡിനോമിനേറ്ററിൽ 0 വരുന്നത് മാത്സിൽ അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. അടുത്ത് കൊസീക്ക്. കൊസീക്കിൻ്റെ വളരെ സിമ്പിളാണ്. നമുക്കറിയാം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. ഓക്കെ, സൈനിൻ്റെ റെസിപ്രോക്കൽ. അപ്പം എന്താ ഇക്വേഷൻ? കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റ. ഈ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, കൊസീക് തീറ്റ ഈസ് ഈക്വൽ ടു 1/sin തീറ്റ. സോ അത് അപ്ലൈ ചെയ്താൽ മതി. ആദ്യം കാണേണ്ട കൊസീക്ക് 0. കൊസീക്ക് 0 എന്ന് പറയുമ്പോൾ 1/sin 0 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1/0. or it is not defined form. Clear? അപ്പോൾ സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്ക് കിട്ടും. 1/2ൻ്റെ റെസിപ്രോക്കൽ കൊസീക് 30 എന്ന് വെച്ചാൽ 1/2ൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ 2. ഓക്കെ, കൊസീക്ക് 45 എങ്ങനെ കണ്ടെത്തും? സൈൻ 45ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അപ്പോൾ √2 എന്ന് കിട്ടും. ക്ലിയർ? കൊസീക്ക് 60 എങ്ങനെ കണ്ടെത്തും? സൈൻ 60യുടെ റെസിപ്രോക്കൽ എടുക്കുക, സോ 2/√3.
സിമിലർലി കൊസീക്ക് 90 എന്ന് പറഞ്ഞാൽ സൈൻ 90യുടെ റെസിപ്രോക്കൽ, 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് സീക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സീക്ക് എന്ന് പറയുമ്പോൾ കോസിന്റെ റെസിപ്രോക്കലാ. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കലാണ്. അപ്പൊ സീക്ക് 0 എന്ന് പറഞ്ഞാൽ കോസ് 0ന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1ന്റെ റെസിപ്രോക്കൽ, ഇതാണ് കോസ് 0, 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ. അടുത്ത് സീക്ക് 30, കോസ് 30യുടെ റെസിപ്രോക്കൽ. അപ്പോൾ √3/2ന്റെ റെസിപ്രോക്കൽ എടുത്താൽ 2/√3 എന്ന് കിട്ടും. അടുത്ത് സീക്ക് 45 എന്ന് പറഞ്ഞാൽ കോസ് 45ന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. സോ 1/√2ന്റെ റെസിപ്രോക്കൽ എടുത്താൽ √2. അടുത്ത സീക്ക് 60 എന്ന് പറഞ്ഞാൽ കോസ് 60യുടെ റെസിപ്രോക്കൽ, 1/2ന്റെ റെസിപ്രോക്കൽ എടുത്താൽ 2. പിന്നീട് സീക്ക് 90 എന്ന് പറഞ്ഞാൽ കോസ് 90യുടെ റെസിപ്രോക്കൽ. കോസ് 90 0 ആണ്, 0ന്റെ റെസിപ്രോക്കൽ 1/0, or we can say it is a not defined form. ഓക്കെ. അടുത്ത് കോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാനിന്റെ റെസിപ്രോക്കലാ. ഓക്കെ, ടാനിന്റെ റെസിപ്രോക്കൽ. അപ്പോൾ കോട്ട് 0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടാൻ 0ന്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/0, or it is a not defined form. ക്ലിയർ? അടുത്ത് കോട്ട് 30 എന്ന് പറഞ്ഞാൽ ടാൻ 30യുടെ റെസിപ്രോക്കൽ, 1/√3യുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ √3. സിമിലർലി കോട്ട് 45 എന്ന് പറഞ്ഞാൽ ടാൻ 45ന്റെ റെസിപ്രോക്കൽ, 1ന്റെ റെസിപ്രോക്കൽ 1 തന്നെ. കോട്ട് 60 എന്ന് പറഞ്ഞാൽ ടാൻ 60യുടെ റെസിപ്രോക്കൽ, ടാൻ 60 √3 ആണ്, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/√3 ആണ്. അടുത്ത കോട്ട് 90 എന്ന് പറഞ്ഞാൽ ടാൻ 90യുടെ റെസിപ്രോക്കൽ, ടാൻ 90 1/0, അതിന്റെ റെസിപ്രോക്കൽ 0/1, and that is equal to 0. ക്ലിയർ? സോ ഇത്രയാണ് ട്രിഗണോമെട്രിക് വാല്യൂസ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ കണ്ടെത്താന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സൈൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. അല്ലാതെ എല്ലാ വാല്യൂസും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ സൈന് 0, 1/2, 1/√2, √3/2, 1 ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, ആംഗിൾസ് കറസ്പോണ്ടിങ് ആയിട്ട് 0, 30, 45, 60, 90 അങ്ങനെ ആയിരിക്കുന്ന ഓർമ്മയിൽ ഉണ്ടാവുക. അത് തിരിച്ചിട്ടാൽ കോസായി, അവരെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ടാൻ ആയി. ഓക്കെ, സിമിലർലി കൊസീക്ക്, സീക്ക്, കോട്ട് നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവരുടെ റെസിപ്രോക്കൽ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് വാല്യൂ കണ്ടെത്തിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സസൈസ് 8.2 NCERT, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇവാലുവേറ്റ് ദ ഫോളോവിങ്. ഈ കാണുന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ വാല്യൂ കണ്ടെത്തണം. ഇതിൽ 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം, ബാക്കി 3 എണ്ണം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ 60 ഡിഗ്രി മൾട്ടിപ്ലൈഡ് ബൈ കോസ് 30 ഡിഗ്രി പ്ലസ് സൈൻ 30 ഡിഗ്രി മൾട്ടിപ്ലൈഡ് ബൈ കോസ് 60 ഡിഗ്രി എന്നാണ്. ഓക്കെ, സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ആ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. കോസ് 30 എന്ന് പറഞ്ഞാലും √3/2 പ്ലസ് സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2, കോസ് 60 1/2, √3 × √3 3, 2 × 2 4, പ്ലസ് മുകളിൽ 1 × 1 1, അടിയിൽ 2 × 2 4. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4/4 = 1. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 1 എന്നാണ്. സിമിലർലി നമുക്ക് സെക്കൻഡ് വൺ കാൽക്കുലേറ്റ് ചെയ്യാം. 2 tan square 45 plus cos square 30 minus sin square 60 is equal to 2 into tan square 45. tan 45 1 ആണ്, അതിനെ സ്ക്വയർ ചെയ്യണം. സോ 1 സ്ക്വയർ പ്ലസ് cos square 30. cos 30 നമ്മളിവിടെ ചെയ്തു √3/2, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, √3/2 സ്ക്വയർ മൈനസ്
സൈൻ സ്ക്വയർ 60. സൈൻ 60 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? √3/2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുക. സോ വാട്ട് യു ഗെറ്റ്? 2. ഓക്കെ, 2 × 1 സ്ക്വയർ. 1 സ്ക്വയർ 1 ആണ്. 2 × 1 2. ദെൻ ഇവിടെ വരിക 3/4 മൈനസ് -3/4 അല്ലേ? √3നെ സ്ക്വയർ ചെയ്താൽ 3 ആണ്, 2നെ സ്ക്വയർ ചെയ്താൽ 4 ആണ്. സോ ഇതിന് ആൻസർ എത്ര? 2. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 ആണ്. സിമിലർലി 3, 4, 5 നിങ്ങൾ ഹോംവർക്ക് ആയിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ജസ്റ്റ് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷനിലോട്ട് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. എന്ന് വെച്ചാൽ എങ്ങനെ നിങ്ങൾ കണ്ടെത്തി എന്നുള്ളത് പറഞ്ഞാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. ചെയ്തു നോക്കാം. 2 tan 30 ഡിഗ്രി ബൈ 1 പ്ലസ് tan സ്ക്വയർ 30 ഡിഗ്രി. 2 ടൈംസ് tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 30. ഓക്കെ, ഞാനീ ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ എഴുതിയെടുക്കുക കേട്ടോ. 1 പ്ലസ് tan സ്ക്വയർ 30 എന്ന് പറയുമ്പോൾ 1/√3നെ സ്ക്വയർ ചെയ്യണം അല്ലേ? tan 30 1/√3 ആണ്, അതിനെ സ്ക്വയർ ചെയ്യണം. tan സ്ക്വയർ ഉണ്ട്. സോ ഇതിന് ആൻസർ ഇന്ന് 2/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/3. സോ ഇത് സോൾവ് ചെയ്യുക. 2/√3. ഈ മെയിൻ ഡിവിഷൻ്റെ ചിഹ്നത്തിനെ ഓക്കെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ 1 പ്ലസ് 1/√3, ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 പ്ലസ് 1 ഡിവൈഡ് ബൈ 3. സോ 2/√3 ഡിവൈഡഡ് ബൈ 4/3. ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യുക എങ്ങനെയാണ്? റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് റൂള്. സോ നമുക്ക് 2/√3 മൾട്ടിപ്ലൈഡ് ബൈ 3/4. ഓക്കെ, ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 4/3ൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, അതായത് 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യേണ്ടത്. കോമൺ ഉള്ളത് കട്ട് ചെയ്യുക. 2ഉം 4ൽ 2 ടൈംസ്. സോ 3 ഡിവൈഡഡ് ബൈ 2√3. ഓക്കെ, നമുക്ക് നോക്കാം. സൈൻ 60ക്ക് മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. കോസ് 60ക്ക് ഇല്ല. tan 60 അതും ഇല്ല. സൈൻ 30 നോ. സോ നമുക്ക് ഈ ഫോമിലാണെങ്കിൽ ആൻസർ കിട്ടില്ല. സോ ഇതിനെ ചേഞ്ച് ചെയ്യണം. ഈ ഫോം ഒന്ന് ചേഞ്ച് ചെയ്യണം. 3 ഡിവൈഡഡ് ബൈ 2√3 എന്നാണ്. റാഷണലൈസേഷൻ ഓഫ് ഡിനോമിനേറ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പറാണ്. √3 ഇറാഷണൽ ആണ് ഡിനോമിനേറ്റർ. സോ അത് റാഷണൽ ആക്കണമെങ്കിൽ മുകളിൽ ഒരു √3 കൊണ്ടും ഡിനോമിനേറ്ററിൽ ഒരു √3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 3√3 ബൈ ഡിനോമിനേറ്റർ 2 × √3 × √3 3. ഇനി കോമണിൽ കട്ട് ചെയ്യാം. മുകളിൽ 3 ഉണ്ട്, അടിയിൽ 3 ഉണ്ട്. സോ ആൻസർ ഈസ് √3/2. √3/2 ആരാണ്? സൈൻ 60. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി. ഇങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, സിമ്പിളാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഡിനോമിനേറ്ററിൽ ഒരു ഇറാഷണൽ നമ്പർ ആവും. അവിടെ നമ്മൾ അതിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ മുകളിലും അടിയിലും ഓക്കെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതേ റാഷണൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് രണ്ടാമത്തെ നോക്കാം. 1 മൈനസ് tan സ്ക്വയർ 45 ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45. വെരി സിമ്പിൾ. 1 മൈനസ്
ടാൻ സ്ക്വയർ 45 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 45 ആണ് ചോദിച്ചത്. ദാറ്റ് ഈസ് 1 മൈനസ് ടാൻ 45 1 ആണ്, അതിനെ സ്ക്വയർ ചെയ്യണം. സോ 1 മൈനസ് 1 സ്ക്വയർ ബൈ 1 പ്ലസ് 1 സ്ക്വയർ, 1 മൈനസ് 1 ബൈ 1 പ്ലസ് 1, 0 ബൈ 2. ആൻസർ ഈസ് 0. ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ക്ലിയർ? ഇനി മൂന്നാമത്തത് സൈൻ 2a 2 സൈൻ എക്ക് എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? സൈൻ 2a 2 സൈൻ എക്ക് ഈക്വൽ ആവുക എപ്പോഴാണ്? ഇസ് ട്രൂ വെൻ എ ഇസ് ഈക്വൽ ടു, എ ഏത് ആംഗിൾ ആവണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് 0 ഇട്ട് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 0 ആണല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. LHS ആദ്യം ചെയ്ത് നോക്കാം. സൈൻ 2a എന്നാണ് LHS. ദാറ്റ് ഈസ് സൈൻ 2 ഇൻറ്റു 0, ദാറ്റ് ഈസ് സൈൻ 0. സൈൻ 0ൻ്റെ വാല്യൂ 0 ആണ്. ക്ലിയർ? ഇനി RHS ചെക്ക് ചെയ്യാം. അത് രണ്ടും ഈക്വൽ ആവുക എപ്പോഴാന്നല്ലേ? 2 സൈൻ എ 2 ഇൻറ്റു സൈൻ 0. ഓക്കെ, നമ്മൾ ഓപ്ഷൻ എ ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യണത്. അത് ശരിയായില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ ബി 30 ഇട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ 45 ഇട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ 60 ഇട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. സോ 2 ഇൻറ്റു സൈൻ 0 0. സോ 2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0. LHSും RHSും 0 ആയില്ലേ? സോ ഏത് ആംഗിളിനാണ്? എ 0 ആകണം. ക്ലിയർ? സിമിലർലി ഇതിലൊരു 4th ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ട്രൈ ചെയ്യുക. ഇതേപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. ചെയ്തിട്ട് ആൻസറിലോട്ട് എത്തണം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If tan a plus b is equal to root 3 and tan a minus b is equal to 1 by root 3, പിന്നീട് കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90ക്ക് ഈക്വൽ ആവണം, അല്ലെങ്കിൽ ലെസ് ദാൻ ആവണം. അതുപോലെ 0നേക്കാൾ വലുതായിരിക്കണം എ പ്ലസ് ബി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, അതൊരു കണ്ടീഷനാണ് ഇവർ തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ ആൻഡ് ബി. എയും ബിയും കണ്ടെത്തണം. ഓക്കെ, എ ആൻഡ് ബി കണ്ടെത്തണം. നമുക്ക് തന്നിട്ടുള്ളത് ടാൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് റൂട്ട് 3 ആണ്. നമുക്കറിയാം ഇത് പോസിബിൾ ആവണമെങ്കിൽ റൂട്ട് 3 എന്ന് പറയുന്നത് ടാൻ 60 ഡിഗ്രി ആണ്. ക്ലിയർ? റൂട്ട് 3 എന്ന് പറയുന്നത് ടാൻ 60 ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് ടാൻ 60 ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ എ പ്ലസ് ബി ആരാ? എ പ്ലസ് ബി എന്ന് പറയുന്നത് 60 ആണ്. കമ്പയർ ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യുക. സോ ദാറ്റ് ഇംപ്ലൈസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 1. സിമിലർലി നമുക്ക് ടാൻ എ മൈനസ് ബി ചെയ്യാം. ടാൻ എ മൈനസ് ബി എന്ന് പറയുന്നത് 1 ബൈ റൂട്ട് 3 ആണ്. ഇതെപ്പോഴാണ് കിട്ടുക? ടാൻ 30 ഡിഗ്രി ആകുമ്പോഴാണ്. ക്ലിയർ? സോ ടാൻ എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് ടാൻ 30 എന്നാണ്. ടാൻ 30 കമ്പയർ ചെയ്യുക. അപ്പോൾ എ മൈനസ് ബി ആർക്ക് ഈക്വൽ ആയി? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയി. ഓക്കെ, അല്ലെങ്കിൽ 30 ആംഗിൾ ആണ്. സോ ഡിഗ്രി എന്ന് പറയാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടുന്ന് എയും ബിയും കാണണം. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളാ. എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ എലിമിനേഷൻ ചെയ്താൽ നമുക്ക് എയും ബിയും കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 നമുക്ക് സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റും. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 60, എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 30. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. എ പ്ലസ് എ ഈസ് 2a, പ്ലസ് ബി മൈനസ് ബി 0 ആണ്. ദെൻ 60 പ്ലസ് 30 എന്ന് പറയുന്നത് 90. സോ എ എന്ന് പറയുന്നത് 90 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 45 ഡിഗ്രി. സോ എ എന്ന് പറയുന്നത് 45 ആണ്. ഇനി ബി കാണണമെങ്കിൽ ഈ എ എന്നുള്ള വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഒന്നാമത്തെ ഇക്വേഷനിലോ രണ്ടാമത്തെ ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കാം. സോ എയുടെ സ്ഥാനത്ത് 45, ബിയുടെ സ്ഥാനത്ത് ബി തന്നെ ഈസ് ഈക്വൽ ടു 60. സോ ബി ഈസ് ഈക്വൽ ടു 60 മൈനസ് 45, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ക്ലിയർ? സോ എ 45, ബി എന്ന് പറയുന്നത് 15.
ഇനി അവർ തന്ന കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി ശരിയല്ലേ? 45 ഡിഗ്രി 15 ഡിഗ്രിയേക്കാൾ വലുതാണ്, അപ്പം അത് സാറ്റിസ്ഫൈഡാ. ഇനി എ പ്ലസ് ബി ചെയ്യുമ്പോൾ 0നേക്കാൾ വലുതാവണം. നോക്കാം, 45ക്ക് 15 കൂട്ടിയാൽ 60, 0നേക്കാൾ വലുതാണ്. വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, 90 ഡിഗ്രിക്ക് ഈക്വലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ആവണം. 60 ഡിഗ്രി എന്തായാലും 90 ഡിഗ്രിക്ക് താഴെയാണ്. സോ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈഡാ. സോ റിക്വയർഡ് ആൻസർ എ 45ഉം ബി 15ഉം ആണ്. ക്ലിയർ? അടുത്ത ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് വെദർ ദ ഫോളോവിങ് ആർ ട്രൂ ഓർ ഫാൾസ്. ഈ തന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ, ജസ്റ്റിഫിക്കേഷൻ കൂടെ കൊടുക്കണം. സൈൻ ഓഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി എന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം അവർ പറയുന്നത് പോസിബിൾ ആണോ അല്ലയോ എന്ന്. നമുക്കൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എനെ നമുക്ക് 30 ആയിട്ട് എടുക്കാം, ബീനെ നമുക്ക് 60 ആയിട്ട് എടുക്കാം. എന്നിട്ട് LHS RHS സെയിം ആവുമോ നോക്കാം. ഓക്കെ, ഏത് ആംഗിൾ എക്കും ബിക്കും ഇത് ഈക്വലായി വരണം ഈ കണ്ടീഷൻ, എന്നാൽ മാത്രമേ ഇത് ട്രൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. LHS ആദ്യം ചെക്ക് ചെയ്യാം. സൈൻ ഓഫ് എ പ്ലസ് ബി ദാറ്റ് ഈസ് സൈൻ ഓഫ് എ നമ്മൾ എടുത്തിട്ടുള്ളത് 30 ആണ്, ബി നമ്മൾ 60 എടുത്തു. ദാറ്റ് ഈസ് സൈൻ 90. സൈൻ 90 നമുക്കറിയാം 1 ആണ്. ഇനി RHS നോക്കാം. RHS സൈൻ എ പ്ലസ് സൈൻ ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈൻ എ എന്ന് പറയുന്നത് സൈൻ 30, സൈൻ ബി എന്ന് പറയുന്നത് സൈൻ 60. സൈൻ 30 നമുക്കറിയാം 1/2, സൈൻ 60 √3/2. സോ രണ്ടും കൂടെ ആഡ് ചെയ്താൽ 1 + √3/2. ക്ലിയർ? ഇത് രണ്ട് ഈക്വൽ ആണോ? 1ഉം 1 + √3/2 ഈക്വൽ ആണോ? അല്ല. നമുക്ക് പറയാം LHS നോട്ട് ഈക്വൽ ടു RHS, അതായത് സൈൻ ഓഫ് എ പ്ലസ് ബി നോട്ട് ഈക്വൽ ടു സൈൻ എ പ്ലസ് സൈൻ ബി. സോ അവർ തന്നിട്ടുള്ള ആ കണ്ടീഷൻ ഫാൾസ് ആണ്. ട്രൂ ആവണമെങ്കിൽ ഏതൊരു ആംഗിൾ എക്കും ബിക്കും ഇത് പോസിബിൾ ആവണം. ഇവിടെ എ നമ്മൾ 30ഉം ബി 60ഉം എടുത്തപ്പോൾ അവർ പറഞ്ഞത് ശരിയാവുന്നില്ല. ഓക്കെ, സോ അതെന്താണ്? ഫാൾസ് ആണ്. ദെൻ സെക്കൻഡ് വൺ നോക്കാം. The value of sin theta increases as theta increases. തീറ്റ കൂടുന്നതനുസരിച്ച് എന്നുവെച്ചാൽ ആംഗിൾ കൂടുന്നതനുസരിച്ച് 0 ഉള്ളത് കൂടണമെങ്കിൽ 0 ഉള്ളത് 1 ആവണം, 2 ആവണം, അങ്ങനെ പോയി 30 ഡിഗ്രി, പിന്നീട് അല്ലേ 35, 40 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ അങ്ങനെ കൂടി പോവുക, ആംഗിൾസ് കൂടുക. അങ്ങനെ കൂടുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ കൂടുന്നു എന്നാണ് ഇവർ പറയുന്നത്. ചെക്ക് ചെയ്യാം. സൈൻ 0 എന്തായിരുന്നു? 0 ആയിരുന്നു. നമുക്കറിയാവുന്ന വാല്യൂസ് വെച്ച് ചെക്ക് ചെയ്യാം. സൈൻ 30 1/2, സൈൻ 45 ആയപ്പോൾ 1/√2, സൈൻ 60 എത്തിയപ്പോൾ √3/2, സൈൻ 90 എത്തിയപ്പോൾ അത് 1 ആയി. നോക്കി നോക്കൂ, ആംഗിൾ കൂടി അല്ലേ? 0 ഉള്ളത് 30, 30 ഉള്ളത് 45, 45 ഉള്ളത് 60, 60 ഉള്ളത് 90. ആംഗിൾസ് കൂടുന്നുണ്ട്. വാല്യൂ കൂടുന്നുണ്ടോ? ഉണ്ട്. കാരണം ആദ്യം 0 ആണ്, പിന്നീട് അത് 0.5 ആയി അല്ലേ? 1/2 പറഞ്ഞാൽ 0.5 ആയി, പിന്നീട് അതിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് 1/√2. ദെൻ √3/2 അതിനേക്കാൾ വലുതാണ് 1, ദെൻ √3/2നേക്കാളും കൂടുതലാണ് 1 എന്ന് പറയുന്നത്. സോ ആംഗിൾ കൂടുന്നുണ്ട്. സോ ആംഗിൾ കൂടുമ്പോൾ വാല്യൂവും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. സോ അവർ പറഞ്ഞ എന്താണ്? ട്രൂ ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പാർട്ടിൽ പഠിച്ച തിയറി വെച്ചിട്ടാണ് നിങ്ങളത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജസ്റ്റിഫിക്കേഷനും എന്ത് തന്നെയാണ്? നമ്മളിപ്പോൾ ഈ എഴുതിയത് തന്നെയാണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. വി ക്യാൻ ഒബ്സർവ് ആസ് ദ വാല്യൂ ആംഗിൾ ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ ഓൾസോ ഇൻക്രീസസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ട്രൂ. അടുത്തത്, ദ വാല്യൂ ഓഫ് കോസ് തീറ്റ ഇൻക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, തേർഡ് വൺ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമിലർ ക്വസ്റ്റ്യൻ,
സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആണ് എല്ലാ ആംഗിളുകൾക്കും. ഓക്കെ, ഫോർ ഓൾ വാല്യൂസ് ഓഫ് തീറ്റ ആണോ? അല്ല, വളരെ സിമ്പിളാണ്. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, പക്ഷെ കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഈക്വൽ ആവുന്നുണ്ടോ? ഇല്ല. തീറ്റ നമ്മൾ സെയിം എടുത്തത് 0, പക്ഷെ വാല്യൂ രണ്ടും ഡിഫറൻ്റാ കിട്ടിയത്. ഒന്നിന് 0 എന്നാ കിട്ടുന്നത്, അടുത്തത് 1 എന്നാ കിട്ടുന്നത് അല്ലേ? അപ്പം അത് പോസിബിൾ അല്ല. സോ ഇറ്റ് ഈസ് ഫാൾസ്. ഓക്കെ, അടുത്ത് കോട്ട് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എ ഈസ് ഈക്വൽ ടു 0. ആംഗിൾ 0 ആകുമ്പോൾ കോട്ട് എ നോട്ട് ഡിഫൈൻഡ് ആണ്. നോക്കാം, നോക്കിയാൽ മതി. ഇവിടെ നോക്കിയാൽ മതി, ഈ ടേബിളിൽ നോക്കിയാൽ മതി. കോട്ട് 0 ആയപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ് വാല്യൂ, ശരിയല്ലേ? യെസ്, നോട്ട് ഡിഫൈൻഡ് ആണ്. സോ ഫിഫ്ത്ത് വൺ ഈസ് ട്രൂ. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഹോംവർക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അധികം റിസ്ക് ഒന്നുമില്ല. ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്താൽ തന്നെ ഇതിലെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഒരു പാർട്ട് എന്നുള്ളത് നമുക്ക്